ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബബിൾ എറർ ആൻഡ് സ്റ്റാൻഡേർഡ് എറർ എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അത് ഡയറക്റ്റ് മെത്തേഡിൽ എങ്ങനെ കാണാം, അതേപോലെ ഡയറക്റ്റ് മെത്തേഡ് ബൈ യൂസിങ് അരിത്തമാറ്റിക് മീൻ, ദെൻ ആൻഡ് ഡയറക്റ്റ് മെത്തേഡ് ബൈ യൂസിങ് അസ്യൂംഡ് മീൻ. ഇങ്ങനെ 3 തരത്തിലും നമ്മൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇത് എത്രത്തോളം റിലീബിളാണ്, അതേപോലെ ഇത് എത്രത്തോളം ഡിപ്പെൻഡബിൾ ആണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോബബിൾ എറർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ റിലീബിലിറ്റി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബബിൾ എറർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കോറിലേഷൻ്റെ മുകളിൽ തന്നെയാണ് ഈ പ്രോബബിൾ എറർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് പ്രോബബിൾ എറർ എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പ്രോബബിൾ എറർ. Probable error of coefficient of correlation is statistical measure which measure the reliability and dependability of the value of coefficient of correlations. Coefficient of correlation എത്രത്തോളം റിലീബിൾ ആണ്, എത്രത്തോളം അത് സിഗ്നിഫിക്കൻ്റ് ആണ്, അതേപോലെ എത്രത്തോളം അത് ഡിപ്പെൻഡബിൾ ആണ്, മറ്റുള്ള വേരിയബിളിനെ എത്രത്തോളം ഡിപ്പെൻഡബിൾ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണെന്ത്, പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബബിൾ എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻസ്. PE മീൻസ് പ്രോബബിൾ എറർ ഈക്വൽസ് ടു 0.674. ഇത് കോൺസ്റ്റൻ്റ് ആണ്, ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഇൻറ്റു 1 - r² √n. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ ഇതിൽ വേണ്ടത് ആറും അതേപോലെ എന്നും ആണ്. ആറ് നമ്മൾ എന്ത് ചെയ്യും, കോറിലേഷനായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആറ് കണ്ടുപിടിക്കാം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആറ് ഡയറക്റ്റായിട്ട് തരും, ചിലതിൽ നമ്മൾ സാധാ പോലെ വർക്കൗട്ട് ചെയ്ത് ആറ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോറിലേഷനാണ്, കോറിലേഷൻ ഓഫ് കോഎഫിഷ്യൻറ്റ്. എൻ എന്ന് പറയുന്നത് എന്താണ്, നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ്. ഇപ്പോൾ എത്ര നമ്പേഴ്സ്, നമുക്ക് എത്ര വാരിയബിൾസ് ആണ് തന്നത്, നമ്മൾ എത്ര വാരിയബിൾസിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്, അതാണ് എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആറും എന്നും തന്നാൽ, അല്ലെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രോബബിൾ എറർ കണ്ടുപിടിക്കാം. നമ്മൾ സാധാ പോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചെയ്ത കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിലെ ഏതൊരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആറ് കണ്ടുപിടിക്കാം. ആറ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബബിൾ എറർ ചെയ്യാൻ സുഖമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ മാത്രമേ പ്രോബബിൾ എറർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്രയാണ് പ്രോബബിൾ എറർ എന്ന് പറയുന്നത്. എന്താണ്, റിലീബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദെൻ ദ PE ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. നമുക്ക് പ്രോബബിൾ എറർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു 3 കണ്ടീഷൻ ഫോളോ ചെയ്താൽ മാത്രമേ ചെയ്യാവൂ. ഒന്നെന്താണ്, ഡാറ്റ അപ്രോക്സിമേറ്റ് ടു ബി ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കണം. അതായത് ഒരു ബെൽ ഷേപ്പിലുള്ള കർവ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ ഒരു ഡാറ്റ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെയുള്ള കർവ് ആയിരിക്കണം നമുക്ക് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചാർട്ടിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കർവ് എന്ത് ചെയ്യണം, ബെൽ ഷേപ്പ് ആയിരിക്കണം. അതായത് നോർമൽ ഫ്രീക്വൻസി കർവ് ആയിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ്, PE computed must be have been based on the samples of യൂണിവേഴ്സൽ സാമ്പിൾസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, PE കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. പിന്നെ ദ സാമ്പിൾസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതേഴ്സ് ആൻഡ് വാസ് സെലക്റ്റഡ് ഇൻ അൺബയാസ്ഡ് മാനേഴ്സ്. അൺബയാസ്ഡ് മാനറിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ സാമ്പിൾസിനെയും സെലക്ട് ചെയ്യേണ്ടതും. അതേപോലെ എന്ത് ചെയ്യണം, സാമ്പിൾസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ഒന്നിനോട് ഡിപ്പെൻഡബിൾ അല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആയിരിക്കണം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് യൂസ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ PE കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ PE നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഈ ഒരു പ്രോബബിൾ എറർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തേത് നമുക്ക് ഡിറ്റർമിനേഷൻ ഓഫ് ദ ലിമിറ്റ്. അത് ഏത് ലിമിറ്റിൻ്റെ ഇടയിലാണ്, അതായത് 2 ലിമിറ്റാണ് നമുക്കുള്ളത്, അപ്പർ ലിമിറ്റും അതേപോലെ ലോവർ ലിമിറ്റും.
ഇതിൻ്റെ ഇടയിൽ എവിടെയാണ് നമ്മുടെ R ഉള്ളത്, അതായത് കോറിലേഷൻ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോബബിൾ എറർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻ്റർപ്രിട്ടേഷൻ അല്ലേ. ഇൻ്റർപ്രിട്ടേഷൻ നോക്കുവാണെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ആർ കോറിലേഷൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് നോക്കുക. അപ്പോൾ നോക്കുക, ഇഫ് ദ ആർ ഇസ് ലെസ് ദാൻ PE, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള കോറിലേഷൻ പ്രോബബിൾ എറർ കണ്ടുപിടിച്ച് അതിനേക്കാളും ചെറുതാണെങ്കിൽ, അതായത് പ്രോബബിൾ എററിനേക്കാളും ചെറുതാണെന്ത് R, അതായത് കോറിലേഷൻ എങ്കിൽ അവിടെ കോറിലേഷൻ ഇല്ല എന്നാണ് പറയേണ്ടത്. ദർ ഇസ് നോ കോറിലേഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇഫ് R ഇസ് ഗ്രേറ്റർ ദാൻ PE, R എന്താണ് PEനേക്കാളും ഗ്രേറ്റർ ദാൻ ആണ്, അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ കോറിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇഫ് R ഇസ് ഗ്രേറ്റർ ദാൻ 6 ടൈംസ് ഓഫ് PE, അതായത് PE പ്രോബബിൾ എററിൻ്റെ 6 മടങ്ങ് കൂടുതലാണ് R എന്ന് വിചാരിക്കുക. ഓക്കെ, പ്രോബബിൾ എററിൻ്റെ 6 മടങ്ങ് എന്ത് കൂടുതലാണ്, നമ്മുടെ കോറിലേഷൻസ് കൂടുതലാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ നോക്കും, ദർ ഈസ് എ സിഗ്നിഫിക്കൻ്റ് കോറിലേഷൻ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ സിഗ്നിഫിക്കൻ്റ് കോറിലേഷൻ ഉണ്ടെന്ന് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ്. ഓക്കെ, അതാണ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് R. ദെൻ സെക്കൻഡ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദ ലിമിറ്റാണ്. ലിമിറ്റ് യൂണിവേഴ്സലി അത് ഏത് ലിമിറ്റിലാണ് ഉള്ളത് നോക്കാൻ. PE ഓഫ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ഡിറ്റർമൈൻ ദ 2 ലിമിറ്റ്സ്, അതായത് ആറിൻ്റെ ലോവർ ലിമിറ്റും ദെൻ ആറിൻ്റെ അപ്പർ ലിമിറ്റും. ഓക്കെ, 2 ലിമിറ്റാണ് ഉണ്ടാവുക, അത് പ്ലസ്സും മൈനസും, അതാണ് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മൈനസിനെ സൂചിപ്പിക്കുന്നത് ലോവർ ലിമിറ്റാണ്, ദെൻ പ്ലസ്സിനെ സൂചിപ്പിക്കുന്നത് എന്താണ്, അപ്പർ ലിമിറ്റാണ്. അതാണ് R പ്ലസ് ഓർ മൈനസ് PE. നമ്മുടെ ലോവർ ലിമിറ്റിൻ്റെയും അപ്പർ ലിമിറ്റിൻ്റെയും ഇടയിൽ എവിടെയാണ് R ഉള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബബിൾ എറർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് എന്താണ്, പ്രോബബിൾ എററിനെ കുറിച്ചാണ്. പ്രോബബിൾ എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ കറക്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് പലതരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അതായത് നിങ്ങളോട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം തന്നിട്ട്, അതായത് ഒരു എക്സ് ആൻഡ് വൈ വാരിയബിൾസ് തന്നിട്ട് കോറിലേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇത് കണ്ടുപിടിക്കാൻ, അതായത് പ്രോബബിൾ എറർ കണ്ടുപിടിക്കാൻ തരും. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് R വാല്യൂ ആൻഡ് വാല്യൂ തന്നിട്ട് എന്ത് ചെയ്യും, പ്രോബബിൾ എറർ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ അത് എന്ത് ചെയ്യും, മാർക്കിൻ്റെ ബേസിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എററാണ്. സ്റ്റാൻഡേർഡ് എറർ നമുക്കറിയാം എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മീൻ ആണ് എന്ത്, സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, എന്ത്, 1 - R² ഡിവൈഡഡ് ബൈ √n. ഇതിന്ന് ആ കോൺസ്റ്റൻറ്റ് വാല്യൂ, പ്രോബബിൾ എററിൻ്റെ സെയിം ഇക്വേഷൻ തന്നെ, അതിൽ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗത്തിനെ നമ്മൾ സ്റ്റാൻഡേർഡ് എറർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് ഇൻ ഫൈൻഡിങ് ആൻഡ് റെഡ്യൂസിങ് ദ സാമ്പിൾ എറർ ആസ് വെൽ ആസ് മെഷർമെൻറ്റ് ഓഫ് എറർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാമ്പിൾ എറർ എന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാനും അത് കുറയ്ക്കാനും പറ്റും എന്ത് ചെയ്യാൻ, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ. ദെൻ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എനി മീൻ ടെൽ അബൌട്ട് ദ ആക്യുറസി ഓഫ് ദ എസ്റ്റിമേറ്റ് ക്ലിയർലി ഇനഫ്. നമുക്ക് ആവശ്യമായ രീതിയിൽ സ്റ്റാൻഡേർഡ് എറർ എന്ത് ചെയ്യും, നമ്മുടെ എസ്റ്റിമേറ്റ്സിൻ്റെ ആക്യുറസി മനസ്സിലാക്കാൻ, ഏതൊരു മീനിൻ്റെയും ആക്യുറസി എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാനും ക്ലിയർ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട രീതിയിൽ കഴിയും. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് എററിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് പ്രോബബിൾ എററും സ്റ്റാൻഡേർഡ് എററും ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പ്രോബ്ലംസ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. എന്താണ്, കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് സെയിൽസ് ഫോർ 9 times വാസ് ഒബ്സർവ്ഡ്. ഓക്കെ, ആസ് +0.72. Find out the probable error of correlation
കോഎഫിഷ്യൻറ്റ് ആൻഡ് കമൻറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ആർ. ഇവിടെ രണ്ട് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചേഴ്സിൻ്റെയും സെയിൽസും തമ്മിലുള്ള എന്താണ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷനാണ് തന്നിരിക്കുന്നത്. അതായത് 9 ഒബ്സർവേഷൻസ്, അതായത് 9 ഐറ്റംസിൻ്റെ കാര്യങ്ങളാണ് തന്നത്. 9 ഐറ്റംസ് ഉണ്ടെന്ന് മനസ്സിലായി. അതേപോലെ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷനും തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇക്വേഷൻസിൽ ആവശ്യമായിട്ടുള്ള, അതായത് നമ്മുടെ ഇക്വേഷൻ നോക്കാം. PE ഈക്വൽ ടു എന്താണ് 0.6745 ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ √n ആണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പോൾ നമുക്കിതിൽ ആറും തന്നിട്ടുണ്ട്, എന്നും തന്നിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. ആർ എത്രയാണ് തന്നിട്ടുള്ളത്? +0.72 ആണ് തന്നിട്ടുള്ളത്. n എന്ന് പറയുന്നത് 9 ഐറ്റംസ് ആണ്, അതാണ് ഒബ്സർവ്ഡ് നമ്പർ, അതായത് 9 ഐറ്റംസ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, കോറിലേഷൻസ് കണ്ടുപിടിക്കാനോ ഒന്നും പോകണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ പ്രോബബിൾ എറർ ഓഫ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ആൻഡ് കമൻറ്റ് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആർ. ആറിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആറിൻ്റെ സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആർ എസ് എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ 6 ടൈംസ് ഓഫ് PE. ഓക്കെ, PEൻ്റെ 6 മടങ്ങ് കൂടുതലായിരിക്കണം എന്ത്? ആറെന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് വേണം സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലേന്ന് നോക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. PE വർക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പം ഈക്വൽ ടു 0.6745 ഇൻറ്റു 1 മൈനസ് ആർ എത്രയാണ്? 0.72 സ്ക്വയർ ആണ്. ഓക്കെ, 0.72 സ്ക്വയർ ഡിവൈഡഡ് ബൈ √n. √n 9 ആണ് വരുന്നത്. നമ്മളിത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് കിട്ടുമ്പം നമുക്ക് എത്ര കിട്ടും? 0.6745 ഇൻറ്റു 1 മൈനസ് 0.72 സ്ക്വയർ എന്ന് പറയുന്നത് 0.01584 ആണ്. ഡിവൈഡഡ് ബൈ √9 ഇസ് 3 ആണ്. ഓക്കെ, ഈക്വൽ ടു ഇത് നമ്മൾ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.108. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രോബബിൾ എറർ കിട്ടിയത് ആണല്ലോ. അപ്പോൾ പ്രോബബിൾ എറർ 0.108 ആണ്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചത് എന്താണ്? കമൻറ്റ് ഓൺ സിഗ്നിഫിക്കൻ്റ് ഓഫ് ആർ. ആർ എത്രത്തോളം സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് ചോദിക്കുക. ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ആർ എത്രയാണ്? +0.72 ആണ്. മറ്റേത് 0.108 ആണ്. ഓക്കെ, 0.108 ആണ്. അപ്പം 6 മടങ്ങ് എത്രയാണ് ഇതിൻ്റെ? 6 എത്ര വരും? 0.648 വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ് ഇത് ആറ് ഈസ് ഗ്രേറ്റർ ദാൻ പ്രോബബിൾ എറർ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്? ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ നമുക്കിത് ആർ ഇസ് ഗ്രേറ്റർ ദാൻ 6 ടൈംസ് ഓഫ് PE എന്ന് എഴുതാം. സോ ആയതുകൊണ്ട് എന്താണ്? ആർ ഇസ് സിഗ്നിഫിക്കൻ്റ്. ഓക്കെ, സിഗ്നിഫിക്കൻ്റ്, ആർ ഇസ് സിഗ്നിഫിക്കൻ്റ്. എന്താ കാരണം? എന്താണ്? 0.108 ആണ് പ്രോബബിൾ എറർ. അത് 0.72 ചെറുതുമാണ്. അതുകൊണ്ട് ആർ ഇസ് ഗ്രേറ്റർ ദാൻ, ആർ ഗ്രേറ്റർ ദാൻ ആണ്, 6 മടങ്ങ് ഗ്രേറ്റർ ദാൻ ആണ്. ഇത് 0.72 ആണ്, മറ്റേത് 1.1 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ്? 6 മടങ്ങ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഇതിൽ പ്രോബ്ലത്തിൽ എന്താണ്? ആർ ഇസ് സിഗ്നിഫിക്കൻ്റ്. ഓക്കെ, ആർ ഇസ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? ഒന്നുകൂടി വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതേപടി മനസ്സിലാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളായ രീതിയിലല്ല, കാരണം ഇത് വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇത് കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇത് സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്. ടു സ്റ്റഡി ദ കോറിലേഷൻ ബിറ്റ്വീൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ
families in a village. A sample of 100 families were taken and coefficient of correlation between two variables was found to be 0.8. Within what limit doesn't hold good for the universe? അതായത് നമുക്ക് ഇതിലൊരു പ്രോബ്ലം സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണോ എന്നല്ല നോക്കുന്നത്. ഇതെന്താ ലിമിറ്റ് ഡിറ്റർമൈൻ ചെയ്യാൻ, ഗുഡ് യൂണിവേഴ്സിൽ ഗുഡായിട്ടുള്ള ലിമിറ്റ് ഏത് ലിമിറ്റിൽ വേണം എന്നുള്ള ആ ഒരു ലിമിറ്റ്, ആറിൻ്റെ ലിമിറ്റ് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ 6 തന്നിട്ടുണ്ട്. 6 തന്നിട്ടുള്ള എത്രയാണ്? 0.8 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 0.8 ആണ് 6 തന്നിട്ടുള്ളത്. അതേപോലെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ്? 100 ആണ് തന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ±6 കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ±PE ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് ലിമിറ്റിലാണ് 6 വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മളോട് കോറിലേഷൻ പ്രോബബിൾ എററാണ് കണ്ടുപിടിക്കുക. പ്രോബബിൾ എററിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ. പ്രോബബിൾ എറർ ഈക്വൽ ടു 0.6745 ഇൻറ്റു 1 - r² ഡിവൈഡഡ് ബൈ √n. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ പ്രകാരം 0.6745 ഇൻറ്റു 1 - 0.8² ഡിവൈഡഡ് ബൈ √100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.6745 ഇൻറ്റു 1 ഇത് കുറേ ചെയ്ത് നമുക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ ലാസ്റ്റ് നമുക്ക് 0.03 ആണ് 36 ആണ് നമ്മുടെ പ്രോബബിൾ എററായിട്ട് വരിക. പ്രോബബിൾ എറർ ആയിരുന്നത് 0.036. ഓക്കെ, അപ്പോൾ ഇനി നമ്മളോട് ചെയ്യാൻ പറയുന്നത് ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ലിമിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്? ഇതാണ് നമ്മൾ നോക്കേണ്ടത്, r+or-PE. അപ്പം നമുക്കിവിടെ r എന്ന് പറയുന്നത് 0.8 ആണ്. 0.8 ± എത്രയാണ് വരിക? നമ്മൾ പ്രോബബിൾ എറർ എന്ന് പറയുന്നത് 0.036 ആണ് പ്രോബബിൾ എറർ വരുന്നത്. വേറെ കളറിൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ആദ്യം നമ്മൾ ലോവർ ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത്. ലോവർ ലിമിറ്റ് ഈക്വൽ ടു 0.8, അതായത് r മൈനസ് അല്ലേ, -0.3036 ഈക്വൽ ടു എത്രയാണ് വരിക? 0.764. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിനോട് ആഡ് ചെയ്യാനുള്ളതാണ്. അതായത് പ്രോബബിൾ കോറിലേഷൻ പ്ലസ് പ്രോബബിൾ എറർ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 0.836 കിട്ടും. ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ എന്തുണ്ടാവുക? r ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ r എന്താണെന്നോ, അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ്? ദ r ഈസ് ഇൻ ബിറ്റ്വീൻ എന്താണ്? -0.74 ആൻഡ് +836. ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ r ഉള്ളത്. നോക്കുക, -0.7664 ആണ് ലോവർ ലിമിറ്റ്, ദെൻ +836 ആണ് അപ്പർ ലിമിറ്റ്. നമ്മുടെ r 0.8 അല്ലേ, അപ്പോൾ ഇതിൻ്റെ ഇടയിലാണല്ലോ നമ്മുടെ r ഉള്ളത്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് 2 സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ അധികവും ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുള്ളത് എന്താണ്? കാൽ പിയേഴ്സൺസ് കോഎഫിഷ്യൻറ്റ് തന്നിട്ട്, അതായത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളോട് പ്രോബബിൾ എറർ കണ്ടുപിടിക്കാനാണ് പറയാറ്. അതായത് ഒരു സബ് ക്വസ്റ്റ്യൻ ആൻസറായിട്ടാണ് പ്രോബബിൾ എറർ ചോദിക്കാറുള്ളത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കാം. കാരണം പ്രോബബിൾ എറർ എന്താണ്, കോറിലേഷൻസ് നിങ്ങൾ കുറേ കണ്ടുപിടിച്ചു, അതിൻ്റെ കൂടെ പ്രോബബിൾ എറർ മാത്രം കണ്ടുപിടിച്ചാൽ മതി.
അതുകൊണ്ടാണ് അങ്ങനത്തെ ഡിസ്കസ് ചെയ്യാഞ്ഞത്. നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് പ്രോബബിൾ എററും സ്റ്റാൻഡേർഡ് എററും ഉള്ളത് പഠിക്കാൻ. നെക്സ്റ്റ് മെറിറ്റ്സ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻസ്. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻസിൻ്റെ മെറിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കോറിലേഷൻ ബട്ട് ഓൾസോ ഡിറ്റർമൈൻ ദ ഡിഗ്രി ഓർ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഗിവൺ ടു വാരിയബിൾസ് ആർ കോറിലേറ്റഡ്. ഇവിടെ എന്താണ് ഒരു അതിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ആബ്സെൻസോ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. പകരം അവരെന്താണ് നോക്കുന്നത്, രണ്ട് വാരിയബിൾസ് എത്രത്തോളം കോറിലേറ്റ് ആയിട്ട് കിടക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ നോക്കുന്നത്. നെക്സ്റ്റ്, ദിസ് മെത്തേഡ് ഓൾസോ ഷോ ദ ഡയറക്റ്റ് ആൻഡ് പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻ. അത് എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻസ് പോകുന്നത്, പോസിറ്റീവ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് ഡയറക്ഷൻ ആണോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് എനേബിൾ ആസ് എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ വിത്ത് റെഫറൻസ് ടു എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ത്രൂ റിഗ്രഷൻ ഇക്വേഷൻ. റിഗ്രഷൻസ് ഇക്വേഷൻസ് വഴി എന്ത് ചെയ്യുന്നു, ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസിനെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസിനെ എന്ത് ചെയ്യും, ഇൻഡിപെൻഡൻറ്റ് വാരിയബിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എസ്റ്റിമേറ്റ് ചെയ്യും റിഗ്രഷൻ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട്. നമുക്ക് റിഗ്രഷനിൽ പഠിക്കാം എങ്ങനെയാണ് അത് അൺനോൺ വാല്യൂസിനെ നോൺ വാല്യൂസിന് കണ്ടുപിടിക്കണമെന്ന്. പിന്നെ ദിസ് മെത്തേഡ് ആർ എ lot of algebraic properties and hence it can be used for further algebraic treatments. ഇതിന് പലതരത്തിലുള്ള algebraic properties ഉണ്ട്, അത് നമുക്ക് മറ്റ് algebraic treatmentsന് യൂസ് ചെയ്യാനും പറ്റും. ഇത്രയാണ് മെറിറ്റ്സ് ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ദെൻ ഡിമെറിറ്റ്സ് ആണ് പറയുന്നത്. ഇതെന്താണ്, കമ്പാരിറ്റീവ്ലി ഡിഫിക്കൾട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കാൽക്കുലേഷൻസിൽ ഡയറക്റ്റൊക്കെ യൂസ് ചെയ്ത് ഡയറക്റ്റ് ആ ഒരു ടേബിളൊക്കെ വരച്ച് സ്ക്വയേഴ്സ് കണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ടൈം എടുത്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ഏരിയ ആണെന്ത് ഇത് കണ്ടുപിടിക്കാൻ. ഇതിൻ്റെ കാൽക്കുലേഷൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഇക്വേഷൻസ് ഉണ്ട്, ലോങ് ഇക്വേഷൻസ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ദ റിസൾട്ട് ഈസ് വെരി മച്ച് ഇഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ് ഇൻ ഡാറ്റ സെറ്റിൽ ഉണ്ടാവുന്ന എക്സ്ട്രീം വാല്യൂസിനായിരിക്കും ഇത് കൂടുതലായിട്ടും ഇഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ സെർട്ടൈൻ അസംഷൻസ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നില്ല, ഇറ്റ് മേ ഓൾവേസ് നോട്ട് ഗുഡ്, അത് ഗുഡ് റിസൾട്ട് ആയിരിക്കണം എന്നില്ല, നമ്മളൊരു അസംഷൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് ഈസ് വെരി മച്ച് ലൈക്ക് ടു ബി മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ വളരെ സാധ്യതയുള്ള ഒന്നാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ദെൻ കമ്പയർ ടു അതർ മെത്തേഡ് ഇറ്റ് ടേക്ക് മച്ച് ടൈം ടു അറൈവ് അറ്റ് ദ റിസൾട്ട്. മറ്റ് മെത്തേഡുകൾ യൂസ് ചെയ്ത് സ്പിയർമാൻ ആയിക്കോട്ടെ, ഇനി പഠിക്കാൻ പോകുന്ന റാങ്ക് ആയിക്കോട്ടെ, അതേപോലെ നെക്സ്റ്റ് സ്പിയർമാൻ റാങ്ക്, സ്കാറ്റർ ഡയഗ്രാം, പിന്നെ ഇനി കൺകറൻറ്റ് ഡീവിയേഷൻ, ഇങ്ങനെ കുറേ മെത്തേഡ്സ് ഇനിയും ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഏറ്റവും കുറച്ച് ടൈം എടുത്തുകൊണ്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ കുറച്ച് റിസൾട്ട് ഡിലേ ആക്കുന്ന ഒരു മെത്തേഡാണ് പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുകളിൽ ഫസ്റ്റ് സ്കാറ്റർ ഡയഗ്രം ആയിരുന്നു, അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തേതാണ് പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ്, അത് ഇതോട് കൂടിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. നെക്സ്റ്റ് നമുക്ക് രണ്ട് മെത്തേഡ് കൂടിയുണ്ട്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആൻഡ് കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇത് രണ്ടും കൂടി കഴിഞ്ഞാലും അത് രണ്ടും കോറിലേഷൻ കണ്ടുപിടിക്കാൻ തന്നെ ഉള്ളതാണ്. അപ്പോൾ അത് രണ്ടും കൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കോറിലേഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പ്രോബബിൾ എററിനെ കുറിച്ചാണ് പഠിച്ചത്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സംഭവം സിമ്പിളുമാണ്, ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇക്വേഷൻസ് കറക്റ്റായിട്ട് നമ്മൾ എഴുതി തന്നെ പഠിക്കണം, അതായത് മനപ്പാടമാക്കിയിരിക്കണം ഇക്വേഷൻസ്. ഓക്കെ, പെട്ടെന്ന് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യുക, നോക്കുക, പഠിക്കുക. താങ്ക് യു.